ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകണമെന്ന് വെച്ചാൽ IELTSലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ ഒന്നാണ് സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ. സ്പീക്കിംഗ് മാർക്ക് കിട്ടാണ്ടിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് താനും. അപ്പോൾ ആ കുട്ടികൾക്കെല്ലാം വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്യുന്നത്. IELTSൻ്റെ മാത്രമുള്ളൊരു വീഡിയോ ആണ്. IELTSൻ്റെ സ്പീക്കിംഗിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഭാഗങ്ങളാണ് വരുന്നത്. ഫസ്റ്റ് പാർട്ടുണ്ട്, സെക്കൻഡ് പാർട്ടുണ്ട്, തേർഡ് പാർട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ ആയിട്ടാണ് പറയുന്നത്. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂ കാർഡ് സെഷൻ എന്ന് പറയും. മൂന്നാമത്തെ ഡിസ്കഷൻ സെഷൻ എന്ന് പറയും. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, സെക്കൻഡ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ ക്യൂ കാർഡ് സെഷൻ. ക്യൂ കാർഡ് സെഷൻ എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ക്യൂ കാർഡ് സെഷനിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്താണെന്നുള്ള കാര്യം ഞാൻ പറയാം. ക്യൂ കാർഡ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ടോപ്പിക്ക് ഒരു എക്സാമിനർ തരും. ആ എക്സാമിൻ്റെ ടോപ്പിക്ക് തന്നതിന് ശേഷം വളരെ കോമൺ ആയിട്ടുള്ള ടോപ്പിക് ആയിരിക്കും. നമുക്ക് 1 മിനിറ്റ് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് സമയം തരും. അപ്പോൾ നമുക്കൊരു പേനയും തരും, ഒരു പേപ്പറും തരും. അതിനുശേഷം നമ്മൾ പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമ്മൾ 2 മിനിറ്റ് മേലെ സംസാരിക്കണമാണ് ശരിക്കും പറഞ്ഞാൽ ക്യൂ കാർഡ് സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്യൂ കാർഡ് സെഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ടൈം മാനേജ്മെൻറ്റ് അവർ നോക്കും. അതായത് നമ്മൾ 2 മിനിറ്റ് തികച്ചിട്ടുണ്ടാവണം. 2 മിനിറ്റ് തികക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ ക്യൂ കാർഡ് ചെയ്യുമ്പോൾ. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ടെൻസിലാണ് ചോദ്യം വന്നേക്കണേ അതേ ടെൻസിൽ തന്നെ നമ്മൾ മറുപടി പറയണം. ഏത് ടെൻസിലാണ് ചോദിച്ചേക്കണേ അതേ ടെൻസിൽ തന്നെ നമ്മുടെ മറുപടി എല്ലാം അതേ ടെൻസിലായിരിക്കണം. ഇത് രണ്ടുമാണ് മെയിനായിട്ട് പറയണം. മൂന്നാമത്തെ കാര്യം അതിൻ്റെ ഔട്ട് ഓഫ് ടോപ്പിക്ക് പറയരുത്. നമ്മൾ ചോദിച്ചേക്കുന്ന ടോപ്പിക്കിന് തന്നെ ഉത്തരം പറയണം, ഔട്ട് ഓഫ് ടോപ്പിക്ക് പറയരുത്. ഈ 3 കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു 6.57 എന്നുള്ള സ്കോർ എത്തുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല. ഇനി ഞാൻ അതിന് വേണ്ട കുറച്ച് ടിപ്സുകൾ എന്താണെന്നുള്ള കാര്യം പറയാം. നമുക്ക് 1 മിനിറ്റ് നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സമയം കിട്ടുന്നുണ്ട്. ആ 1 മിനിറ്റ് എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് 1 മിനിറ്റ് എങ്ങനെ പ്ലാൻ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കൊരു പെൻസിലുണ്ടാവും, ഒരു പേപ്പർ ഉണ്ടാവും. ആ പേപ്പർ എടുത്തതിന് ശേഷം നമ്മൾ ക്യൂ കാർഡ് വായിച്ചതിന് ശേഷം അത് ഏത് ടെൻസിലാണ് പറയേണ്ടത് എന്നുള്ള കാര്യം ആദ്യം തീരുമാനിക്കുക. ഒന്നില്ലെങ്കിൽ നമുക്ക് പാസ്റ്റിൽ പറയാം, അല്ലെങ്കിൽ പ്രസൻറ്റിൽ പറയാം, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ പറയാം. അത് നമ്മൾ അതിലത്തെ കീവേഡ്സോ അല്ല വേർബ് നോക്കിയിട്ട് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം, നമ്മളെ അനലൈസ് ചെയ്യണം. അതിനുശേഷം അത് നമുക്ക് കിട്ടിയിരിക്കുന്ന പേപ്പറിൻ്റെ മുകളിൽ ആദ്യം തന്നെ എഴുതുക. അപ്പോൾ ഏത് ടെൻസാണെന്നുള്ള കാര്യം ആദ്യം എഴുതിയതിന് ശേഷം രണ്ടാമത് നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ക്വസ്റ്റ്യൻസ് അതിൽ 4-5 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ സബ് ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് നമ്മളെപ്പോഴും ബുള്ളറ്റ് പോയിന്റിലായിട്ട് എഴുതുക. ബുള്ളറ്റ് പോയിന്റ് ആയിട്ട് തന്നെ എഴുതാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചില കുട്ടികൾ അതൊരു സെൻറ്റൻസ് ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് വരും. സെൻറ്റൻസ് എഴുതാനുള്ള സമയം നമുക്കില്ല, അതുകൊണ്ട് ബുള്ളറ്റ് പോയിന്റ് ആയിട്ട് തന്നെ എഴുതുക. അപ്പോൾ ബുള്ളറ്റ് പോയിന്റ് ആയിട്ട് അത് എഴുതിയതിന് ശേഷം നമ്മൾ സ്പീക്ക് ചെയ്യുക. ഇനി സ്പീക്കിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു 120 സെക്കൻഡാണ് പറയേണ്ടത്. അപ്പോൾ ആ 120 സെക്കൻഡിനെ നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി നന്നായിട്ട് ഓർഗനൈസ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കൊരു 30 സെക്കൻഡ്സ് നമുക്ക് വേണമെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. ആ ഇൻട്രൊഡക്ഷൻ പ്രസന്റ് ടെൻസിൽ പറഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം വരുന്ന ഭാഗങ്ങളെല്ലാം നമുക്ക് പാസ്റ്റിലാണെങ്കിൽ പാസ്റ്റിൽ പറയണം, പ്രസന്റ് ആണെങ്കിൽ പ്രസന്റ് പറയണം, ഫ്യൂച്ചർ ആണെങ്കിൽ ഫ്യൂച്ചർ പറയണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് നമ്മൾ ആ ക്യൂ കാർഡ് പറഞ്ഞ് അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, ആ ക്യൂ കാർഡിൻ്റെ ടോപ്പിക്കിനെ പാരാഫ്രൈസ് ചെയ്ത് പറഞ്ഞ് സബ് ക്വസ്റ്റ്യൻസിലുള്ള ആൻസേഴ്സ് നമ്മൾ ക്ലീൻ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് 2 മിനിറ്റ് തയ്ക്കാൻ പറ്റും. ഈ 2 മിനിറ്റ് തികച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് പറയുകയാണെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് എ സ്കോർ ഓഫ് 6.527.